ചുമതലയേറ്റ് 2 ദിവസം പിന്നിടുമ്പോഴേക്കും ഒരു ജീവൻ രക്ഷിച്ചെടുത്ത് നാടിന്റെ കയ്യടി നേടിയിരിക്കുകയാണ് ഇടുക്കി SI ബിപിൻ. ഇടുക്കി തടിയമ്പാട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥനെ സ്നേഹവാക്കുകളിലൂടെ അനുനയിപ്പിച്ച ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഏറെ സൗഹൃദത്തോടുകൂടിയുള്ള പോലീസ് ഓഫീസറുടെ സംസാരമാണ് വൈറലായത്. ഇടുക്കി തടിയമ്പാട് കാർത്തിയായനി കവലയിലാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങൾ അരങ്ങേറിയത്. മദ്യപിച്ചെത്തിയ ഗൃഹനാഥൻ വർഗീസ് ഭാര്യയെയും മകളെയും വാക്കത്തി വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പരിഭ്രാന്തയായ ഭാര്യ ഉടൻ തന്നെ പോലീസ് എമർജൻസി നമ്പറായ 112 വിളിച്ച് വിവരമറിയിച്ചു. സന്ദേശം ലഭിച്ച ഉടൻ ഇടുക്കി SI ബിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പാഞ്ഞെത്തി. പോലീസിനെ കണ്ടതോടെ ഭയന്ന വർഗീസ് വീടിന്റെ മുറിക്കുള്ളിൽ കയറി കതകടയ്ക്കുകയും കഴുത്തിൽ കയർക്കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്ര അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇയാൾ താഴെ ഇറങ്ങുവാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് കതക ചവിട്ടി പൊളിക്കാതെ തന്നെ അതീവ ക്ഷമയോടെയും തന്മയത്വത്തോടെയും SI ബിപിൻ വർഗീസിനോട് സംസാരിക്കുവാൻ തുടങ്ങി. വർഗീസ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ മകനാണ് എന്ന് കരുതി ഇറങ്ങി വരിക, നിങ്ങൾ താഴെ ഇറങ്ങുക എന്ന സ്നേഹ വായ്പോടെയുള്ള SIയുടെ വാക്കുകൾ കേട്ട് മനസ്സലിഞ്ഞ വർഗീസ് ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും പിന്തിരിയുകയും വാതിൽ തുറന്ന് പുറത്തിറങ്ങി പോലീസിനോട് സഹകരിക്കുകയും ചെയ്തു. ഞാൻ 2 ദിവസം ജോലി ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിക്കും, ഞാൻ തീരുമാനം കൊടുക്കും. അയക്ക് ഒരു മകനാണെന്നുള്ളത് തീരുമാനിച്ചില്ല. ഞാൻ നിങ്ങളൊരു മകനാണെന്നുള്ളത് കേട്ടാ, അയക്ക് ഒരു മകനാണെന്നുള്ളത് നോക്ക്, ഞാൻ ചെയ്തുതരാം, എല്ലാ സഹായം ചെയ്തുതരാം. വർഗീച്ചേട്ടാ വർഗീച്ചേട്ടോ താഴെ ഇറങ്ങിയ ഗൃഹനാഥനെ ആശ്വസിപ്പിച്ച പോലീസ് കുടുംബത്തിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞു. വീട്ടുകാരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ആവശ്യമായി കൗൺസിലിംഗ് നൽകുകയും ചെയ്ത ശേഷമാണ് പോലീസ് സംഘം വീട്ടിൽ നിന്നും മടങ്ങിയത്. ഇടുക്കിയിൽ ചാർജ് എടുത്ത 2-ാം ദിവസം തന്നെ ഔദ്യോഗിക പദവികൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് SI ബിപിൻ. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.